പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനെന്നുള്ളത് കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മൂലങ്കോട് കാളത്തോട്ടം ഇടുക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതയുള്ള കാവ് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഈ കാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഭഗവതി സ്ഥിതി ചെയ്യുന്നത് ഒരു കിണറിനകത്താണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പൂജാരിക്ക് മാത്രമാണ് ആ കിണറിനുള്ളിൽ ഞായർ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ഇറങ്ങി ഭഗവതിയെ സേവിക്കാനുള്ള അനുഗ്രഹം. ഭക്തജനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പടി കണ്ട് തൊഴുതിട്ടാണ് ഇവിടെ മടങ്ങാറ്. എല്ലാ കാര്യങ്ങളും ഭഗവതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യങ്ങളെല്ലാം പരമാവധി നടക്കാറുണ്ട്. ഞങ്ങൾ 4 മക്കളാണ്. ആ മക്കളിലേക്ക് ഒടുവിലെ മകനാണ് ഞാൻ. എന്നിലൂടെയാണ് അച്ഛനും ഭഗവതിയും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗോപാലകൃഷ്ണൻ ആവേൻ എന്നവരുടെ സമാധിക്ക് ശേഷം കാളിദാസൻ ആവേൻ എന്നവർ ഇവിടുത്തെ പൂജാരിയായി വരുവാനുള്ള കാരണം ഈ കുളക്കരയിൽ വെച്ചിട്ട് ഭഗവതിയും ഗോപാലകൃഷ്ണൻ ആവേൻ എന്ന പൂജാരിയും ഇദ്ദേഹത്തിന്റെ മേൽ വന്നു ചേർന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹം പൂജാരിയായി ഇപ്പോൾ സ്ഥാനത്ത് നിൽക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ചില നിലവാര ആചാരങ്ങളാണ്. നമ്മൾ പൂജാ വിധികളാണെങ്കിലും ഒരേ നിവേദ്യമാണെങ്കിലും എല്ലാ ഉപദേവതകൾക്കും ഒരു നിവേദ്യം വെച്ച് കൂട്ടുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുപോലെ ഇവിടെ പൂർവീകമായിട്ട് ഗണപതി അധർമ്മത്തിലായിട്ടും വിഷ്ണു അധർമ്മത്തിലായിട്ടും കുടികൊള്ളുന്ന ഒരു കാവാണ്. ഇവിടെ പലതരത്തിലുള്ള പൂജാവിധികളുണ്ട്. ഭൂതമാരണ പ്രേത പിശാചുക്കൾ ഉണ്ടെങ്കിലും ഇവിടെ കർമ്മസ്ഥലത്ത് പൂജ നടത്തിയാൽ അത് നിൽക്കും എന്നാണ് വിശ്വാസം. അതുപോലെ മുന്നോട്ട് കുട്ടിച്ചാത്തന്മാരുടെ ഉപദ്രവങ്ങളാണെങ്കിലും എന്ത് ബാധാദോഷം ഉണ്ടെങ്കിലും ഇവിടെ കർമ്മസ്ഥലത്ത് പൂജ നടത്തിയാൽ അത് ശരിയാവും എന്നാണ് ഇവിടുത്തെ വിശ്വാസം. കാവിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പോസിറ്റീവ് എനർജി ഭക്തജനങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓലക്കുടയുമായി ഒരു മുത്തശ്ശി ഇങ്ങോട്ട് വന്നു എന്നാണ് പറയപ്പെടുന്നത്. ആ മുത്തശ്ശി ഇവിടുത്തെ ഒരു ചെത്തുകാരനോട് കുറച്ച് വെള്ളം ചോദിച്ചു. ആ സമയം ഓലക്കുട മാത്രം ചെത്തുകാരൻ കണ്ടുള്ളൂ. അങ്ങനെ ചെത്തുകാരൻ കുറച്ച് വെള്ളം കൊടുത്തു. ആ വെള്ളം ഓലക്കുടയിലൂടെ ഇങ്ങനെ ഒഴുകി വന്നതും അങ്ങനെയാണ് ഇവിടെ ഭഗവതി പ്രതിഷ്ഠപ്പെട്ടതും എന്ന് വിശ്വസിക്കപ്പെടുന്നത്. തെണ്ടൻ മുണ്ടൻ കണ്ടാകർണൻ മലവാരമൂർത്തികളും ഇവിടത്തെ ഉപദേവതകളാണ്. ഉപദേവതകൾക്ക് മുമ്പിൽ കള്ളും ആടും നിവേദിക്കുന്നതാണ്. ഇങ്ങനെ നിവേദിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ട കാര്യം എത്രയും പെട്ടെന്ന് ഫലമാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഭൂതമാരണ പിശാചുക്കൾ ഒരാളുടെ